മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമോ? മീഖ 7:8. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവിടെ ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ്റെ നിലവിളി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മീഖ പ്രവാചകൻ്റെ പുസ്തകം 7 അധ്യായം 7-ാമത്തെ വാക്യം മുതൽ നാം പഠിച്ചു കഴിഞ്ഞാൽ ആഴമായ ദൈവിക ചലനങ്ങൾ നമുക്ക് വചനത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആ പദങ്ങൾ ഒന്ന് പറയാമോ? ഞാനോ എൻ്റെ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ: ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്കും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അത് ഉറപ്പുള്ളവന് മാത്രമേ, അല്ലെങ്കിൽ ദൈവത്തോട് അത്രയും ആഴമേറിയ ഒരു ബന്ധമുള്ളവന് മാത്രമേ അങ്ങനെ ഒരു പദം പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു കോൺഫിഡൻസിൻ്റെ വാക്കുകളാണ് നാം വായിച്ച വചനങ്ങൾ എല്ലാം. ഈ 2 പദങ്ങൾ അല്ലെങ്കിൽ 2 വാക്യങ്ങളും 7-8 വാക്യങ്ങൾ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിലുള്ള അവൻ്റെ ഒരു ട്രസ്റ്റ്, അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്ന പദങ്ങളാണ് നാം വായിച്ചത്. ഈ പകൽക്കാലം പ്രിയരെ, നമ്മുടെ വിശ്വാസത്തെ ചോർത്തിക്കളയാൻ, അല്ലെങ്കിൽ നമ്മളിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസത്തെ അടർത്തി മാറ്റാനൊക്കെ സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടും, പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടും. ഇതുവരെ കാണാത്ത, ഇതുവരെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും ഒരു കോൺഫിഡൻസിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പദങ്ങൾ പറയുന്നവനായി മാറണം. ഈ പകൽക്കാലം പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഈ ഹാളിനകത്തായിരിക്കുമ്പോൾ ഏതെങ്കിലും രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ടെലിവിഷനിലൂടെ നിങ്ങളുടെ അടുക്കലേക്ക് ശബ്ദം വരുമ്പോൾ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ പറയണം, ഈ പകൽക്കാലം ഇന്നിൻ്റെ ജീവിതത്തെ നോക്കി നിങ്ങൾക്ക് പറയാൻ ഒരു ധൈര്യമുണ്ടാകണം. കാരണം ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുമെന്ന്, എൻ്റെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുമെന്ന്, എനിക്ക് രക്ഷ ദൈവത്തുനിന്ന് വരുന്നു എന്ന് ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്, ഒരു ധൈര്യം, ഒരു വിശ്വാസം ദൈവത്തിലുള്ളവന് മാത്രമേ ഈ പ്രതിസന്ധികൾക്കകത്ത് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ തലമുറകൾക്കകത്ത്, നമ്മുടെ കുടുംബത്തിനകത്ത് ആഞ്ഞടിച്ച എത്രയോ പ്രതിസന്ധികൾ, എത്രയോ ആകുലതകൾ, എത്രയോ പ്രതികൂലങ്ങൾ, അതിൻ്റെ മടിവിലൊക്കെ നാം പതറിപ്പോയപ്പോഴും നമ്മെ പിടിച്ചു നിർത്തിയത് ദൈവത്തിലുള്ളൊരു വിശ്വാസമല്ലേ, ദൈവത്തിലുള്ള പ്രത്യാശയല്ലേ? എങ്കിൽ ഈ പകലും പറയണം, ഇന്നിൻ്റെ മുൻപിലുള്ള പ്രതിസന്ധികളെയും ഞാൻ ജയിക്കും. ഹല്ലേലൂയ. ഇന്നിൻ്റെ മുൻപിലുള്ള പ്രതികൂലത്തെയും ഞാൻ ജയിക്കും. കാരണം എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ മിടുക്ക് കൊണ്ടോ, എൻ്റെ വിദ്യാഭ്യാസവും കൊണ്ടല്ല, മറിച്ച് പ്രത്യുത എൻ്റെ കൂടെ എൻ്റെ ദൈവമുള്ളത് കൊണ്ട്. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്: ശത്രുവായവളെ എന്നെക്കുറിച്ച് നീ സന്തോഷിക്കരുത്. ആ പദങ്ങളൊന്ന് ചിന്തിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തനെ തകർത്തു കളയാൻ ഒരു കൂട്ടം വ്യക്തികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഭക്തൻ പ്രഖ്യാപിക്കുക: ശത്രുവായവളെ നീ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത്. ഈ പകൽക്കാലം ധൈര്യമുണ്ടോ നിങ്ങൾക്ക് പറയാം? ഇവിടെ ഇരിക്കുമ്പോഴും ആത്മാവിൽ പറയണം: ഹേ ശത്രുവേ, നീ എന്നെ കുറിച്ച് സന്തോഷിക്കരുത്.
അമ്മ എൻ്റെ കുടുംബത്തെക്കുറിച്ച് സന്തോഷിക്കരുത്. എൻ്റെ ഇമ്മിൻ്റെ സാഹചര്യം ഇതാണെങ്കിലും എൻ്റെ ജീവിതത്തെ തിരിക്കാൻ കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, ഒരു ദൈവം എൻ്റെ അടുകിലുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഈ സന്ദേശം കൈമാറുമ്പോൾ നീ തകരുന്നത് കാണാൻ നോക്കിയിരിക്കുന്നവരുടെ മുൻപിൽ ദൈവം ജീവനുള്ളവനെന്ന് തെളിയിച്ച് നിന്നെ പുറത്തിറക്കുന്ന ഒരു സീസൺ ഈ പകൽക്കാലം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വരാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ. നമ്മളൊന്ന് പകർന്നു കാണാൻ, നമ്മുടെ കുടുംബം ഒന്ന് ശിഥിലമാക്കി കാണാൻ, നമ്മുടെ ബിസിനസ് ഒന്ന് തകർന്നു കാണാൻ, നമ്മുടെ തലമുറകളൊന്ന് തകർന്നു കാണാൻ, നമ്മൾ ഈ ദേശം വിട്ടൊന്ന് പോയി കാണാൻ കൊതിയോടെ ആവലോടെ സന്തോഷിക്കാൻ വേണ്ടി അനേകർ നോക്കി നിൽക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവാത്മാവിൽ ഒരു ഉറപ്പ് ഞാൻ പറയാ, പലരും സന്തോഷിക്കാൻ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ മടിവിലൊരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൻ്റെ മേൽ വെളിപ്പെടുമ്പോ പകലെന്ന് പറഞ്ഞ ഈ പകൽ വിശ്വസിക്കാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി തുടങ്ങണം. എല്ലാവർക്കും സ്തുതിക്കാൻ കഴിയില്ല, എല്ലാവർക്കും കൈയടിക്കാൻ കഴിയില്ല, എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. അതിൻ്റെ മടിവിലോ പ്രതികൂലത്തിൻ്റെ മടിവിലോ എനിക്ക് വേണ്ടി ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ പകലിൻ്റെ ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ആഴമായി പകൽക്കാലം ഞങ്ങളങ്ങെ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽ സ്തുതിക്കുന്നവന്റെ മുൻപിൽ യെരിഹോവ് വീണെങ്കിൽ ആമേ കാഹളത്തിന്റെ നാദമുയർന്നപ്പോ, ആമേ പുരോഹിതന്മാർ കാഹളമുയറി ആമേൻ ഊതിയപ്പോ, ആമേൻ ഉയർത്തി കാഹളമൂതിയപ്പോ ആമേ അടിസ്ഥാനങ്ങൾ കുലുങ്ങി യെരിഹോവ് താഴേക്ക് വീണെങ്കിൽ ഈ പകൽ ദൈവജനം ആരാധിക്കും. അവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കാനിരിക്കുന്ന ചില വ്യക്തികളുടെ മുൻപിൽ ഈ പകൽക്കാലം വീഴേണ്ട ചിലവ് വീഴട്ടെ, ആമേ ഉടയേണ്ട ചിലവ് ഉടഞ്ഞു മാറട്ടെ. ആളുകളായി അവിടെ യാത്രയെ തടയുന്ന, അവിടെ മുൻപോട്ടുള്ള യാത്രയെ തടയുന്ന ചില യെരിഹോവുമാ ഇന്ന് പകൽക്കാലം വീഴും. ഓ ശബരതലഘടക ചില യെരിഹോവുകൾ വീഴുകയാ. നിന്റെ ഗമനത്തെ തടയുന്ന, നിന്റെ യാത്രയെ തടയുന്ന, നിന്റെ വാഗ്ദത്തത്തെ തടയുന്ന ചില യെരിഹോവുകൾ വീഴുകയാ. ഇന്നലെ വരെ ആ മതിലിന്റെ മുകളിലിരുന്ന് പിന്നെ തകർക്കുമെന്ന് കൊട്ടിഘോഷിച്ചവർ പിന്നെ തീർത്തുകളയുമെന്ന് ഓ റിമണതരഘടകഘടകത്തെ കുത്തുവാക്കുകൾ പറഞ്ഞവർ കാണുക എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ഞായർ സന്ധ്യാസമയത്ത് ഈ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് ദൈവാത്മാവ് നിന്റെ മേൽ വെളിപ്പെടുത്തുകയോ ഈ സന്ദേശം ഇവിടെ നിന്ന് കൈമാറുമ്പോ ലോകരാജ്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വലിയ വിസിറ്റേഷനുകൾ, ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുകയോ. നിന്നെ തകർത്തു കളയുമെന്ന്, നിന്നെ മുടിച്ചു കളയുമെന്ന്, നിന്റെ ഭാവിയെ തീർത്തു കളയുമെന്ന്, നിന്റെ സഭയെ ചിബലമാക്കുമെന്ന്, നിന്റെ തലമുറയെ ഇല്ലാതാക്കുമെന്ന് വിധി എഴുതിയവർ കാണുക. നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ കാത്തിരുന്നവർ കാണുക. എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പകലാണ്. ഓ ഈ പകൽ എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകലാണ്. ആ ദൂത് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ ഏറ്റെടുത്തോണ്, സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ സ്വീകരിച്ചോണ്. ഇതുവരെ പുറത്തു വരാൻ കഴിയാതെ എവിടെയൊക്കെ ഒതുങ്ങിപ്പോയവ, എവിടെയൊക്കെ തകർന്നു പോയവ ഈ പകൽ എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. Let it happen right now in the name of Jesus. ഈ നിമിഷം ചിലര് പുറത്തു വരട്ടെ. ഇന്ന് പകൽ ചിലവ് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില പകൽക്കാലം പുറത്തു വരട്ടെ. Oh, come out in the name of Jesus. Come out in the name of Jesus. Come out in the name of Jesus. ഈ പകൽ നീ പുറത്തു വരികയാ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറ, ശത്രുവായവളെ നീ എന്നെ ഓർത്ത് നീ സന്തോഷിക്കരുത്, നീ സന്തോഷിക്കരുത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇരുട്ടത്താണേല് എനിക്കൊരു പ്രകാശമായി ദൈവമുണ്ട്, എനിക്കൊരു പ്രകാശമായി എൻ്റെ ദൈവമുണ്ട്. ഓ ശബരബലഘടകബരാരകൽഖബാരബലഘടക. ആമേൻ. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയാമോ? ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തോടെ പറയാമോ? ശത്രുവായവളെ, നീ എന്നെ ഓർത്ത് സന്തോഷിക്കരുത്. ഓ, നീ എന്നെ ഓർത്ത് സന്തോഷിക്കരുത്. ഞാൻ തകർന്നെന്നല്ലേ നീ ചിന്തിച്ചേ? ഞാൻ തീർന്നു എന്നല്ലേ നീ ചിന്തിച്ചേ? എൻ്റെ അവസാനം കാണാനല്ലേ നീ ഒരുങ്ങിയിരുന്നത്? പക്ഷെ വചനം പറയുന്നു, ശത്രുവായവളെ, നീ എന്നെ ഓർത്ത് സന്തോഷിക്കരുത്. മീക പ്രവചിക്കുന്നു, ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഈ പകൽക്കാലം വീണ്ടുപോയ ഏതൊക്കെ വ്യക്തികളെ ആത്മാവ് തട്ടി ഉണർത്ത് നിന്നെ ഒന്ന് കരം പിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിക്കുക. വീണുപോയ ഏതൊക്കെ കൂടാരങ്ങളെ ആത്മാവ് ഈ പകൽക്കാലം വീണ്ടും എഴുന്നേൽപ്പിക്കുക. വീണുപോയ ഏതൊക്കെ തലമുറയുടെ ഭാവികള് എൻ്റെ ദൈവ കരം പിടിച്ച് വീണ്ടും എഴുന്നേൽപ്പിക്കുക. വീണുപോയ ഏതൊക്കെ മിനിസ്ട്രികളെ എൻ്റെ ദൈവ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുക. തൻ്റെ ഇടത്തോടെ പറ, ഞാൻ വീണു കാണാ, പക്ഷെ ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ വീണു കാണാ, ഞാൻ വീണ്ടും എഴുന്നേൽക്കും. എൻ്റെ തലമുറ വീണു കാണാ, പക്ഷെ ഞങ്ങൾ വീണ്ടും എഴുന്നേൽക്കും. എല്ലാവർക്കും പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഈ ദൂതിനോട് ആമേൻ പറയാൻ കഴിയില്ല. എല്ലാവർക്കും ഇത് സ്വീകരിക്കാൻ കഴിയില്ല. എല്ലാവരും ഇന്ന് പകൽക്കാലം ആമേൻ എല്ലാ ഞായറാഴ്ചയും വന്നൊരു ദൂത് കേട്ടു പോകുന്ന ലാഘവത്തിലായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത്. പക്ഷെ ചിലർ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഹൃദയം തുറന്നു പറയുന്നുണ്ട്, ഞാൻ വീണു എങ്കിലും ഞാൻ ആമേൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ വീണു എങ്കിലും വീണ്ടും എഴുന്നേൽക്കും. ശത്രുവായവളെ, നിനക്ക് ഒരു സന്തോഷ വിഷയമാകത്തില്ല. നിനക്ക് പറഞ്ഞു നടക്ക ഒരു വാർത്തയാകത്തില്ല. ഞാൻ വീണു എങ്കിലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുമാലും എനിക്ക് വെളിച്ചമാ. എന്റെ ദൈവം ഇറങ്ങി വരും. ഈ പകൽക്കാലം വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഈ പകൽക്കാലം നിന്റെ ഇരുട്ടിനകത്ത് ഈ പകൽക്കാലം വെളിച്ചമാ. Oh, Rabala Thara Lagado. നാളുകൾ പ്രാർത്ഥിച്ചു, നാളുകൾ ഉപവസിച്ചു, നാളുകൾ കരഞ്ഞു. പക്ഷേ ഇന്ന് ജീവിതം ഇരുളാണ്. ഇന്ന് ഇരുളാണ്. ഒരു പ്രതീക്ഷയില്ല. ആമേ പ്രതീക്ഷയുടെ ഒരു ആമേ മേഘം എനിക്ക് കാണാനില്ല. ആമേ പ്രതീക്ഷയുടെ ഒരു മാള എനിക്കില്ല. ദൈവദാസനെ എന്ന് പറയുന്ന ആരുടെയൊക്കെ ആമേ തോളത്തു തട്ടി പറയുക, ഈ പകൽ വിശ്വസിക്ക. കാർമേഘത്തിനുള്ളില് മിന്നുന്ന സൂര്യന്റെ ശോഭ കാണാൻ പോകുക. കാരണം നീതി സൂര്യനായവർ, നീതി സൂര്യനായവർ നിനക്ക് വേണ്ടി ഈ പകൽ അവ വെളിച്ചമായി ഇറങ്ങി വരികയോ. തൊടുകയാ. ഈ പകൽ സ്വീകരിക്കാമെങ്കിൽ ദൂതിനോട് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ലൈവിലൂടെ എന്നെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽ സ്വീകരിച്ചോണം. ഇന്ന് പകൽ നീ വീണു സത്യ. എൻ്റെ ദൈവം വീണ്ടും നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ധൈര്യത്തോടെ പറ, എൻ്റെ കുടുംബം വീണു സത്യ. പക്ഷെ ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുക. ഞങ്ങളുടെ ജീവിത കാർമേഘം പോലെ ആമ ഇരുണ്ടമാണ്. പക്ഷേ അതിനകത്തൊരു വെളിച്ചം എനിക്ക് വേണ്ടി ഈ പകൽ എൻ്റെ ദൈവം ചെയ്യാൻ പോകുക. Oh, Shabarabala Riba la Shara Tara Bala Hadaga Tara 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 Ribara Dalagadagal Kabara Dalagadaga Emba Marilla ആത്മാവ് ലിറ്ററലി പറയുക. കൂടാരത്തിനകത്ത് മിനിസ്ട്രിയുള്ള ചിലവിനെ വീഴ്ത്തിയ, മിനിസ്ട്രിയുള്ള ചിലവിനെ വീഴ്ത്തിയ, നല്ല ഭാവി വെളിപ്പെടേണ്ട പലതിനെ വീഴ്ത്തിക്കളഞ്ഞ ഇരുട്ടിന്റെ പദ്ധതികളെ ആത്മാവ് ഈ പകൽ പൊട്ടിച്ചു മാറ്റി. എൻ്റെ ദൈവ ചിലവിനെ പുറത്തെടുക്കുക. എൻ്റെ ദൈവ ചിലവിനെ പുറത്തെടുക്കുക. വീണവനെ ലോകത്തിന് വേണ്ട കുഞ്ഞ്, വീണവനെ ലോകത്തിന് വേണ്ട. വീണവന്റെ കഥ പറയാനേ ലോകത്തിനറിയൂ. പക്ഷെ വീണവനെ ഉപയോഗിക്കുക. വീണവനെ ചേർത്ത് നിർത്തുന്ന, വീണവനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽ മടങ്ങിവാ, ഈ പകൽ മടങ്ങിവാ. എൻ്റെ ദൈവത്തിന് മിന്നെ വേണം. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ ഒരുവൻ വീണു. അവന്റെ പേരാ ശൗല്. പക്ഷെ എൻ്റെ ദൈവം വീണവനെ ഉപേക്ഷിച്ചില്ല. വീണവൻ വീണ്ടും എഴുന്നേറ്റപ്പോ ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു മിഷണറിയായി മാറി, ഒരു അപ്പോസ്തലനായി മാറി. 14 ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറാ. അവന്റെ അപരങ്ങള്, അവന്റെ കരത്തെ, അവന്റെ ബുദ്ധിമണ്ഡലങ്ങള് എൻ്റെ ദൈവം തുറമെങ്കിൽ
ഇന്ന് പകൽക്കാലം മീഖ പറയുന്നു, ശത്രുവായവളെ എന്നെ ഓർത്ത്, പദമെന്ന് പറഞ്ഞാട്ടെ, ശത്രുവായവളെ നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. നീ സന്തോഷിക്കാനാണ് ഒരുങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് പകൽ കേട്ടോ, ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുളത്തിരുന്നാലും ഇരുളുള്ള പ്രദേശത്ത് ഞാൻ ഇരുന്നാലും എൻ്റെ ദൈവം എനിക്ക് വെളിച്ചമായി ഇറങ്ങി വരും. പ്രിയരെ, ജീവിതത്തിൻ്റെ മുൻപിൽ മീഖ പറയുകയാണ്, ഞാൻ ഇരുട്ടത്തിരുന്നാലും എൻ്റെ ദൈവം വെളിച്ചമായി ഇറങ്ങി വരും. അർത്ഥമെന്ത്? ഞാൻ ഇന്നിൻ്റെ സാഹചര്യത്തിനകത്തുനിന്ന് എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഹലോ, ഇന്നിൻ്റെ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. ഒറ്റ ദൂത് ഞാൻ ആത്മാവിൽ കൈമാറാം. ഈ പകൽ എൻ്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരാം. വീണടുത്തുന്ന എൻ്റെ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരും. You will come out, in the name of Jesus, because ഈ പകൽ ദൈവം ഇതിനകത്ത് എഴുന്നള്ളി വന്നിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് പറഞ്ഞൊരു ദൂതുണ്ട്. നീ സഭയോട് പറ, ചിലതിനെ എനിക്ക് പുറത്തെടുക്കാൻ സമയമായി. ലോക രാജ്യങ്ങൾ കാണെ ഞാൻ ചിലതിനെ പുറത്തു കൊണ്ടുവരാ സമയമായി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ വാഗ്ദത്ത നിവർത്തികൾ ഫിലിപ്പിന്റെ മേൽ കൈമാറി ഫിലിപ്പിനെ പുറത്തു കൊണ്ടുവരാ ഈ പകൽ സമയമായി. ഈ പകൽക്കാല പുറത്തുവാ, നീ പകൽക്കാല പുറത്തുവാ. എമ്പിനാ ഇരുളത്തിരിക്കുമേ, എമ്പിനാ വീണ് കിടക്കുമേ, നീ ഒന്ന് എഴുന്നേൽക്ക. എന്റെ ദൈവമിനെ കരം പിടിച്ചുയർത്തുക, ദൈവമിനെ വിളിക്കുക. കൂടപ്പിറപ്പേ, തകർന്നതുപോലെ കിടക്കാനല്ല ഈ പകൽ ദൈവമിനെ പുറത്തു കൊണ്ടുവരികയാ. ഓ ശബാരാധാരാബാല ധാരം റിമാനാധാരാ ഖമാനാധാരാ ധാരാ ധാരാ ധാരാ. നീ പുറത്തുവാ, വീണടുത്തു നിന്ന് നീ എഴുന്നേറ്റുവാ. ഈ പകൽ ദൈവത്തിന്റെ സീസണുകളെ എൻ്റെ ദൈവം എനക്ക് വേണ്ടി തിരിക്കാൻ പോകുക. ദൈവത്തിന്റെ പദ്ധതികളെ എൻ്റെ ദൈവം തിരിക്കാൻ പോകുക. ചിലർ സന്തോഷിക്കാം, കിരുമവിടെ മടിവിൽ ഇതുവരെ കാണാത്ത ചില ചലനങ്ങൾ എൻ്റെ ദൈവം എനക്ക് വേണ്ടി ചെയ്യുന്നു. ഈ പകൽ മീനെ പുറത്തെടുക്കുന്ന പകലാണ്. ഈ പകൽ മീനെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ സീസൺ. ഹഡ്കമാന ധൂരധാര അർത്ഥരാധാരം ശബാല ഘടകഭാര ധാര ധാര ധാരം ധാര റീബാല ഛരാഖമാന ധാര 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 റീബല വൈഡ ബരഗബാ റീബല വശബരം ദര വൈഡ ബരഗബാ റീബല വൈഡ. ആമേ, ഈ പകൽക്കാലം പറ, ഞാൻ പുറത്തു വരുന്ന പകല, ഞാൻ പുറത്ത് വരുന്ന പകല. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ പുറത്തു വരുന്ന പകലാണ്. എൻ്റെ തകർച്ച കാണാൻ, കണ്ട് സന്തോഷിക്കാൻ കണ്ണ് നട്ടിരുന്നവരുടെ മുമ്പിൽ ജയാളിയെ പോലെ ഞാൻ പുറത്തു വരാം. ഞാൻ ജയാളിയെ പോലെ പുറത്തു വരും. ഞാൻ ജയാളിയെ പോലെ പുറത്തു വരും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് തന്നൊരു ദൂതുണ്ട്. നീ സഭയോട് പറയണം, സഭ പുറത്തു വരാൻ സമയമായി, സഭ പുറത്തു വരാൻ സമയമായി. ഒരു അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ വഹിച്ച് 9 മാസം കഴിയുമ്പോൾ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഈ പകൽക്കാലം ആത്മാവിൽ സഭയെ നോക്കി പ്രവചിക്കുക. ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് സഭ പുറത്തു വരാൻ സമയമാ. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സാക്ഷ്യങ്ങളോടുകൂടെ എൻ്റെ ദൈവ ചിലവിന് ആലയത്തിനകത്ത് എഴുന്നേൽപ്പിക്കാൻ സമയമാ. സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ ലോക രാജ്യങ്ങളിൽ ഇരുന്ന് ചിലവ് ഈ ആരാധന അറ്റൻഡ് ചെയ്യുക വരത്തക്ക രീതിയിൽ ദൈവത്തിന്റെ സീസണുകൾ ആലയത്തിന്റെ മേൽ തുറന്നിടാം. ഈ പകൽക്കാലം എന്നോട് പറയുന്നു, ഈ പകൽക്കാലം നിങ്ങൾ റെഡിയായിക്കോ, നീ പുറത്തു വരികയോ.
വിശ്വസിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ ഉപജീവന മേഖല പുറത്തു വരാൻ സമയമാണ്. നിന്റെ തലമുറയുടെ ഭാവി പുറത്തു വരാൻ സമയമാണ്. നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ സമയമാണ്. നിന്റെ സഭ പുറത്തു വരാൻ സമയമാണ്. നിന്റെ സാമ്പത്തിക മേഖലകളെ തകർത്തുകൊണ്ടിരുന്ന ഇരുട്ടിന്റെ പദ്ധതികളെ തകർത്തിട്ട് സാമ്പത്തിക ഫിനാൻഷ്യൽ മേഖലകൾ പുറത്തു വരാൻ സമയമാണ്. ദൈവാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവസഭയോട് കൈമാറാൻ തന്ന 3 കാര്യങ്ങൾ ഒറ്റ വാക്കി പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോണം. എന്തായാലും നാം പുറത്ത് വരും. ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന എൻ്റെ അനുഭവമല്ല, കേൾക്കുന്ന നിങ്ങളുടെ അമ്മ അടുത്തിരുന്ന് ആരാധിക്കുന്ന വ്യക്തിയുടെ അനുഭവമല്ല നിൻ്റെത്. പലരുടെയും ജീവിതത്തിനകത്ത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇവിടെ മീഖ പറയുന്നത് പോലെ ചിലർ വീണു, ചിലർ ഇരിക്കുകയാണ്. വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവന്ന ചില വ്യക്തികളുണ്ട്, ചില ഇടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന വ്യക്തികളുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു. ദാനിയേലിന്റെ പ്രവചന പുസ്തകം നിങ്ങൾ എടുക്കണ്ട, ഒറ്റ വാക്കി പറഞ്ഞു പോകുക. ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നത് കൽദയർ നെബൂഖദ്നേസറിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, രാജ്യത്തിലുള്ള സകലരും നിന്റെ മുൻപിൽ മുട്ടുകുത്തേണ്ടതിന് വേണ്ടി ഒരു ബിംബത്തെ നീ ഉണ്ടാക്കി വെക്കണം. കാകളത്തോടുകൂടെ, കിന്നരത്തോടുകൂടെ, തപ്പിനോടും നൃത്തത്തോടും കൂടെ സകല വ്യക്തികളും അതിൻ്റെ അടുക്കൽ വന്ന് അതിനെ നമസ്കരിക്കണം. ഇതാണ് കൽദയർ പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം. നെബൂഖദ്നേസർ അതുപോലെ ചെയ്തു കഴിയുമ്പോൾ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ബാബേലിൽ താമസിക്കുക. അങ്ങനെയാണ് ബാബേലിൽ താമസിക്കുന്ന നീ തിരഞ്ഞെടുത്ത ബാബേലിന്റെ പ്രഭുക്കന്മാർ, നീ തിരഞ്ഞെടുത്ത ബാബേലിന്റെ കാര്യവികാരങ്ങൾ ചെയ്യേണ്ടതിന് നീ തിരഞ്ഞെടുത്ത പ്രധാനികളിൽ 3 പേർ മാത്രം ബിംബത്തിന്റെ മുൻപിൽ നമസ്കരിക്കുന്നില്ല. രാജാവ് പറഞ്ഞു, അതാരാണ്? അവർ പറയുന്ന മറുപടിയുണ്ട്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് നീ തിരഞ്ഞെടുത്ത ബാബേലിന്റെ പ്രഭുക്കന്മാർ നീ വച്ച ബിംബത്തിന്റെ മുൻപിൽ അവർ നമസ്കരിക്കാൻ തയ്യാറല്ല. അവർക്ക് അവൻ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ചിലർക്കൊന്നും നമ്മൾ സന്തോഷിച്ച് നടക്കുന്നത് കാണാൻ ഒട്ടും പറ്റില്ല. നല്ല വസ്ത്രം ധരിക്കുന്നത് കണ്ട പിടിക്കാത്തവരുണ്ട്. മല്ലയാഹാരം നമുക്കുണ്ടാകുന്നത് കണ്ട സഹിക്കാത്തവരുണ്ടല്ലോ. ഒരു വീട് വച്ചാലോ ഒരു വാഹനം വാങ്ങിയാലോ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ തോന്നുന്നവരുണ്ട്. ഏതെങ്കിലും രാജ്യത്തിലെ വാതിലോ ഏതെങ്കിലും വഴിയോ അർഹതയില്ലാത്തൊരു വിദ്യാഭ്യാസമോ നിനക്കോ നിന്റെ തലമുറയ്ക്കോ ലഭിച്ചെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരുടെ ഉറക്കം അങ്ങ് നഷ്ടപ്പെടും. ഇതുപോലെയാണ് ബിംബത്തിന്റെ മുൻപിൽ നമസ്കരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. പലരും ഇവരെ തകർക്കാൻ പദ്ധതിയിടുകയാണ്. ഞാനിങ്ങനെ മീഖയിൽ പറഞ്ഞതുപോലെ പറയാ, ശത്രുവായവളെ എന്നെ കുറിച്ച് സന്തോഷിക്കണ്ട. ഇവിടെ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൽദയർക്ക് ഒരേ ഒരു പദ്ധതി, ഈ 3 എണ്ണത്തിനെയും തീക്കകത്തിട്ടിട്ട് ഒന്ന് സന്തോഷിക്കണം. പലരുടെയും പദ്ധതി ഇങ്ങനെയാ. നീ പോലും അറിയാതെ നിന്നെ ഒന്ന് തീക്കകത്തൊതുക്കിയിട്ട് അവർ അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. കണ്ടിട്ടില്ലേ? ചിലർക്ക് വായി തുറന്ന് നുണ പറഞ്ഞാൽ എന്നാ സന്തോഷം എന്നറിയാമോ? ഹല്ലേലൂയ. ഒരു ബിരിയാണി കഴിച്ച പവറാ. നമ്മൾ ഉപവാസമാ. ഹല്ലേലൂയ. ചിലവർക്ക് അങ്ങനെയാ. 2 പേരെ തമ്മി തല്ലിച്ച ഭയങ്കര സന്തോഷമുള്ളവരുണ്ട്. ആമേൻ. ഒരു കുടുംബത്തിന്റെ ഒരു തലമുറയുടെ ഭാവി തകർത്തു കളഞ്ഞാൽ സന്തോഷിക്കുന്നവരുണ്ട്. ഇതേപോലെ കൽദയർ വന്ന് അവരോട് പറയുകയാണ്, രാജാവേ, അവർ നമസ്കരിച്ചില്ല, അതുകൊണ്ട് നീ അവരെ തീച്ചൂളക്കകത്ത്
ഇട്ടുകളയണം. രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, അവരെ അടുക്കൽ കൊണ്ടുവാ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവന്ന് അടുത്തു നിർത്തിയിട്ട് പറഞ്ഞു, നീ ഈ ബിംബത്തെ നമസ്കരിക്കുമോ? അവരുടെ മറുപടി ഇല്ല, ഇല്ല. അടുത്ത പദം, ഞാൻ മരിച്ചാലും ജീവിച്ചാലും ഇതിന്റെ മുൻപിൽ മുട്ടുകുത്തത്തില്ല. അടുത്ത പദം ഇങ്ങനെയാണ് വചനം പറയുന്നത്, ആമേ ഇവരെ പിടിച്ച് തീയിലിട്ടുകളയാൻ രാജാവ് ഉത്തരവിട്ടു. ആമേ ഉത്തരവിട്ടപ്പോൾ അവരുടെ മറുപടി, എന്റെ ദൈവം എന്നെ വിടിവിച്ചാലും ഇല്ലേലും, ഹലോ, വിടിവിച്ചാലും ഇല്ലേലും, നെബൂഖദ്നേസറേ, നീ വച്ച ബിംബത്തിൽ ഞാൻ നമസ്കരിക്കത്തില്ല. ഈ പകൽ തന്റെ ഇടമുണ്ടോ പറയാ, ഞാൻ പുറത്തു വന്നാലും ഇല്ലേലും ശത്രുവേ, നിന്റെ പ്രതിസന്ധിക്കകത്ത് ഞാൻ മുട്ടുകുത്താൻ എനിക്ക് മനസ്സില്ലെന്ന് ആമേ തന്റെ ഇടമുള്ളവരുണ്ടെങ്കിൽ ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറോ. ഒരു പ്രതിസന്ധിക്ക്, ഒരു തീക്ക് നിന്നെ വിഴുങ്ങി കളയാൻ കഴിയില്ല, ഒന്നെ ദഹിപ്പിച്ച് കളയാൻ കഴിയില്ല. കാരണം നിന്റെ പ്രത്യാശ അത് ദൈവത്തിലാണ്. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം, അതിലാണ് ദൈവത്തിലുള്ള ട്രസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവർ പറയുകയാണ്, നീ ഒരുക്കി വെച്ച തീക്കകത്ത് ഞങ്ങളെ ഇട്ടാലും ഞങ്ങളെ വിടിവിച്ചാലും ഇല്ലേലും, അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇത് കേട്ട ഉടനെ വചനം പറയുന്നു, അവരെല്ലാരും കൂടെ തീയുടെ ബലം 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറയാം പ്രിയരെ, ജീവിതത്തിന്റെ മുൻപിൽ പ്രതീക്ഷിക്കാത്ത തീയുടെ അനുഭവങ്ങൾ, നമ്മെ തകർത്ത് കളയാനുള്ള പദ്ധതികൾ വരുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ പറയും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അത് പറയുമ്പോൾ കുറച്ചും കൂടെ പ്രതിസന്ധി കൂടും. അപ്പോഴും നീ പ്രതിസന്ധിയെ നോക്കി ആകുലപ്പെടരുത്, നീ പ്രതികൂലത്തെ നോക്കി പുറുപുറുക്കരുത്. പ്രിയരെ, വചനം പറയുന്നു, 7 ഇരട്ടിയായി തീയെ അവർ വർദ്ധിപ്പിച്ചു. കൊണ്ടിട്ടവർ പോലും കരിഞ്ഞുപോയി. ഹലോ, കൊണ്ടിട്ടവരെ പോലും തീ ദഹിപ്പിച്ചു കളഞ്ഞു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്, തീക്കകത്ത് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേർ വീണപ്പോ അതിന്റെ നടുവിൽ ഒരുവനും കൂടെ ഇറങ്ങി വന്നു. ഈ പകൽക്കാലം ശത്രു മെനക്കെതിരെ തീ ഒരുക്കുമ്പോ, തീ കുണ്ടമിടുമ്പോ അതിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽക്കാലം പ്രസംഗിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ അത് സ്വീകരിച്ചോണ്. ഇന്ന് പകൽ നിന്നെ കാർന്നു തിന്നുന്ന, നിന്നെ മുറിപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന, നീ പോലും അറിയാതെ ജീവിതത്തിന്റെ മേഖലകളെ പൊള്ളിപ്പിക്കുന്ന ചില തീകൾക്കകത്ത് എന്റെ ദൈവം ഈ പകൽ ഇറങ്ങി വരും കേട്ടോ. നിന്നെ തകർക്കില്ല, നിന്നെ ഒതുക്കി കളയില്ല. എന്റെ ദൈവം ഈ പകൽ ഇറങ്ങി വരുവാ. അവൻ ശക്തനായ ദൈവമാണ്. ഓ ശബരദലഗടഗബരാറികൾ ഖബാരദരഗടഗ അർത്ഥരാജഗന്ധേരികൾ ഖമാനദുരദലഗടഗബരാറികൾ ഖമ അർത്ഥരാജഗന്ധേരികൾ ഖമാനദരഗടഗധരാറികൾ ഖബ അൽഥേരികൾ ചെരേകം ധേരികൾ ഖമാനദരഗടഗ അൽഥേരുദൂരഗച്ഛ വൈഡമാനദരഗടഗധര അൽഥേരികം ധരാറികൾ ഖമാനധാരഗടഗ അൽഥേരികം ധേരികൾ ഖമാനദരഗടഗ. നിന്നെ തകർത്ത് കളയാ, നിന്നെ മുടിച്ചു കളയാ, നിന്റെ സഭയെ തീർത്തു കളയാ, നിന്റെ ശുശ്രൂഷയെ തീർത്തു കളയാ. ശത്രു ഇട്ട ചില തീയുടെ പദ്ധതികളെ ആത്മാവി ഈ പകൽക്കാലം അതിന്റെ മടിവിൽ ഇറങ്ങി വരുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. നീ ഏത് രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാൽ, ഈ ഹാളിന്റെ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേട്ടാൽ, ഇന്ന് പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാ. നിന്നെ തകർക്കത്തില്ല. ഈ തീയുടെ ബലത്തെ കെടുത്ത ശക്തിയുള്ളൊരു ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരും, നിന്റെ കൂടെ ഇറങ്ങി വരും. കരമടിക്കുന്നെങ്കിൽ മമ്മ, അന്യഭാഷ പറയുന്നെങ്കിൽ മമ്മ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്കിൽ മമ്മ. കാരണം ഈ പകൽക്കാല് ശത്രുവിന്റെ ചില തീ പോലെയുള്ള പദ്ധതികളെ അവന്റെ മടിവിലിറങ്ങി അവന്റെ ബലത്തെ കെടുത്തുന്ന
Oh, Shabara, Dharamana, Kamana, Vidamana. Oh, Ribala, Hadaga, Thara, 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 Thara. നീ പോലും അറിയാതെ ശത്രു നിനക്കെതിരെ ഒരുക്കിയ ചില തീയുടെ പദ്ധതികൾ, നിനക്കെതിരെ ഒരുക്കിയ തീ കുണ്ടങ്ങൾക്കകത്ത് എൻ്റെ ദൈവം ഈ പകൽക്കാലം ഇറങ്ങ്, ഈ പകൽക്കാലം ഇറങ്ങ്. ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ടു പോയ ചില സാഹചര്യങ്ങളില്ലേ, അതിൻ്റെ മടിവിൽ എൻ്റെ ദൈവം ഈ പകൽ ഇറങ്ങി വരികയാണ്. ആരെയൊക്കെ എൻ്റെ ദൈവം കരം പിടിച്ച് വഴി നടത്തുകയാണ്, കരം പിടിച്ച് എൻ്റെ ദൈവം വഴി നടത്തുകയാണ്. ഇതുവരെയും ഇല്ലാത്ത ദൈവത്തിൻ്റെ പ്രസൻസ് നീ അനുഭവിക്കുന്ന ഒരു പകൽക്കാലമാക്കി ഈ പകൽ എന്റെ ദൈവം തീർക്കുകയാണ്. പ്രിയരെ, വചനം പറയുന്നു, അഗ്നിക്കകത്ത് മാലാമനായി എൻ്റെ കർത്താവ് ഇറങ്ങിയെങ്കിൽ ഈ പകൽക്കാലം എൻ്റെ ദൈവം അഗ്നിക്കകത്ത് ഇറങ്ങാൻ കഴിയുന്നവനാണെങ്കിൽ, ഹലോ, പലരെയും തകർത്ത് കളഞ്ഞ അഗ്നിക്കകത്ത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനും വേണ്ടി എൻ്റെ ദൈവത്തിന് ഇറങ്ങാൻ കഴിയുമെങ്കിൽ ഈ പകൽ നീ അനുഭവിക്കുന്ന നീറുന്ന വിഷയമില്ലേ, ആരോടും പറയാൻ കഴിയാത്ത നിന്റെ ഹൃദയത്തിനകത്ത് മാത്രം ഒതുങ്ങി ഒതുങ്ങി ഒരു റൂമിനകത്തിരുന്ന് കരയെ മാത്രമല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നീറുന്ന ചില വിഷയങ്ങളില്ലേ, പൊള്ളുന്ന ചില വിഷയങ്ങളില്ലേ, അതിൻ്റെ മടുവിൽ എൻ്റെ ദൈവം ഈ പകൽക്കാലം ഇറങ്ങുന്നു എന്ന് എന്നോട് ആത്മാവിലൊരു ദൂത് കൈമാറാ. ആത്മാവ് ഇന്ന് പകൽ കൈമാറുമ്പോ ഞാൻ ആ ദൂത് നിങ്ങളെ നോക്കി പറയുക, നീറുന്ന വിഷയത്തിനകത്ത് കരയുന്ന വ്യക്തിയെ, അതിന്റെ മടുവിൽ നീ ഒറ്റക്കല്ല, നിന്റെ അടുക്കൽ ഇറങ്ങുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം അക്ഷരീരമാ ആത്മീയ കണ്ണു തുറന്നു നോക്കിയ നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നീ തിരിച്ചറിയുക മാത്രമല്ല, അവൻ നിന്റെ കരം പിടിച്ച് ഈ നീറുന്ന വിഷയത്തിനകത്തൂടെ നിന്നെ നടത്തുക മാത്രമല്ല, ആ തീക്കകത്തുനിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് രാജാവിന്റെ മുൻപിൽ അതിശയത്തിന്റെ സാക്ഷ്യമോ നിന്നെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽ എൻ്റെ ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്തുകയാ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീറുന്ന വിഷയത്തിൽ നിന്ന് നീ പുറത്തു വരിക മാത്രമല്ല, നിന്നെ ഒരു സാക്ഷ്യമാക്കി എൻ്റെ ദൈവം എന്റെ ദൈവം നിർത്തുന്ന ഒരു സീസണ് എന്റെ ദൈവം നിനക്ക് വേണ്ടി, പ്രിയ കൂടപ്പിറപ്പ്, പ്രിയ ദൈവദാസിയെ, പ്രിയ ദൈവദാസനെ, നിനക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യുകയാ. നീ അനുഭവിച്ച നീറുന്ന വിഷയമില്ലേ, നീ അനുഭവിച്ച നീറുന്ന വിഷയമില്ലേ, ആർക്കും പരിഹരിക്കാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞ വിഷയമില്ലേ, ആർക്കും പുറത്തു കൊണ്ടുവരാൻ കഴിയില്ലെന്ന് നീ പറഞ്ഞ വിഷയമില്ലേ, എൻ്റെ ദൈവം ഈ പകൽക്കാലം നിന്റെ കരം പിടിച്ചിട്ട് പറയുക, ഞാൻ നിന്നെ ഇതിനകത്തൂടെ വഴി നടത്താ, ഞാൻ നിന്നെ ഇതിനകത്തുകൂടെ വഴി നടത്താ. നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്ക, ഇരുന്നവരുടെ മുൻപിൽ പ്രതിസന്ധിക്കകത്തുകൂടെ ഒരു ജയാളികളെ പോലെ നടക്കാൻ കഴിയുന്ന ഒരു ജീവിതമുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം, അതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഈ പകൽക്കാലം എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? പ്രിയരെ, തീച്ചൂളക്കകത്തുകൂടെയും നടക്കാൻ കഴിയുന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തീയ ജീവിതം. പലരും ചോദിച്ചില്ലേ, അയ്യോ ഈ പ്രതിസന്ധി നിന്നെ തകർത്തില്ലയോ, നിന്നെക്കാൾ നിന്നെക്കാൾ ചെറിയ പ്രതികൂലം വന്നവർ ഇന്ന് ഈ ലോകത്തില്ല.
നിന്റെ കൂടാരത്തിൽ വന്നതുപോലെ പ്രതിസന്ധി വന്നവർ ഇന്ന് ഈ ലോകത്തില്ല. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ വന്നവർ പ്രതിസന്ധി പോലെയുള്ള പലര് ഇന്ന് ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തുനിന്ന് പോയി. നിന്റെ കുടുംബത്തിനകത്ത് ആഞ്ഞടിച്ച പ്രതികൂലം വന്ന പലത് ഇന്ന് ജീവനോടെ ലോകത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ ഈ ഞായറാഴ്ച വന്ന് കൈകൊട്ടി പാടും. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ച ധൈര്യത്തോടെ പറയണ, ഇതിന്റെ നടുവിലും എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്. എന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നവരുടെ മുൻപിൽ ധൈര്യത്തോടെ ഞാൻ എന്നെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഏലിയാവേ, ആഹാബ്, ഇസബേൽ നിന്നെ തകർത്തു കളയാൻ പദ്ധതിയിട്ട് അവരുടെ രാജകീയ രഥവും കുതിരകളുമാ രാജാവിന്റെ സൈന്യം മെനക്കെതിരെ മടക്കുമ്പോൾ കൊട്ടാരത്തിന്റെ പുറകിൽ ഒരു തോട്ടിന്റെ കരയിൽ ഒളിപ്പിക്കും ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയില്ലേ ഈ പകൽ. ദൈവാത്മാവ് ചിലരെ വിരൽ ചൂണ്ടി ദൂത് കൈമാറുക. നീ തകരേണ്ട സമയം കഴിഞ്ഞു കുഞ്ഞേ, നീ തീരേണ്ട കാലഘട്ടം തീർന്നു. പക്ഷെ എന്റെ ദൈവം നിന്നെ മറച്ചവ് കൊണ്ട് എന്റെ ദൈവം നിന്നെ മറച്ചത് കൊണ്ട്, എന്റെ ദൈവം നിന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ട് ഈ പകൽക്കാലം നിൽക്കുന്നത്. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം തീച്ചൂളയ്ക്ക് കത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഹലോ, എൻ്റെ ദൈവം തീച്ചൂളയ്ക്ക് കത്തിറക്കിയിട്ടുണ്ടെങ്കിൽ തീച്ചൂളയ്ക്കകത്തൂടെ എന്നും നിന്നെ നടത്താമെന്ന് പറഞ്ഞൊരു കോംപ്രമൈസിന് വേണ്ടിയല്ല. ഹലോ, ഒരു കോംപ്രമൈസിന് വേണ്ടി അല്ല ദൈവം ഇറങ്ങിയത്. ദൈവം തീച്ചൂളയ്ക്കകത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ നിന്നെ തീച്ചൂളയിലിട്ടോ, ആരൊക്കെ നീ എൻ്റെ ഭാഷയെ പറഞ്ഞ തീ നിന്നെ ദഹിപ്പിക്കുന്നത് കാണാൻ നോക്കി നിന്നോ, അവരുടെ മുൻപിൽ ഒരു ജയാളിയെ പോലെ പുറത്തു വരുന്നത് എൻ്റെ ദൈവത്തിന് കാണിക്കാനുണ്ട്. ഈ രാത്രി ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ഇന്നലെ വരെ നിന്നെ വേദനിപ്പിച്ച വിഷയത്തുനിന്ന് നീ പുറത്തു വരുന്നത് സാധാ ഒരു വിടുതലുമായിട്ടല്ല, ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു സാക്ഷ്യവുമായി, ലോക രാജ്യങ്ങളെ പിടിച്ചു കുലുക്കുന്ന ഒരു ടെസ്റ്റ് മണിയുമായി, ഒരു സാക്ഷ്യവുമായി എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുക. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് കരമടിച്ചോ, കരമുയർത്തിയോ, എൻ്റെ ദൈവത്തിനൊരു ആരാധന കൊടുക്കണോ. ഇതുവരെ ലോകം കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ലോക രാജ്യങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ടെസ്റ്റ് മണിയാ എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാ. കഴിഞ്ഞ ദിവസമൊക്കെ ഇന്ത്യക്കകത്തുള്ള ക്രൈസ്തവർ മുഴുവനും പ്രകടനവും മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയരെ, ആരെല്ലാം തകർക്കാൻ ശ്രമിച്ചാലും, ഹലോ, ആരെല്ലാം തീർത്ത് കളയാൻ ശ്രമിച്ചാലും, എത്ര വലിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും എൻ്റെ ദൈവം ഇറങ്ങിയാൽ പുറത്തു വരും. എൻ്റെ ദൈവം ഇറങ്ങിയ പുറത്തു വരും. സഭയുടെ വളർച്ചയുടെ പ്രത്യേകത, സഭ വളർന്നത് സമർത്ഥിയിലല്ല, സഭ ലോക രാജ്യങ്ങളെ പിടിച്ചത് സമർത്ഥിയിലല്ല. എവിടെയൊക്കെ പീഡകൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെ സഭ വളർന്നിട്ടുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ സെൻസസുകൾ, അവരുടെ സ്റ്റഡികൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡികൾ പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണർവ് സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? അവിടെ മതപരിവർത്തനം എന്ന് പറഞ്ഞ് പലരെയും തകർത്തു കളയാൻ പദ്ധതിയിടുമ്പോൾ മറുഭാഗത്ത് സത്യദൈവത്തെ അനേകർ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞതിന്റെ സാര, എന്റെ ദൈവം നിന്റെ തീക്കകത്തിറങ്ങി ിട്ടുണ്ടെങ്കിൽ അവിടെ വച്ചൊതുക്കാനല്ല, പിന്നെ പുറത്തു കൊണ്ടുവന്ന് ഒരു സാക്ഷ്യമാ ലോക രാജ്യങ്ങളിൽ നിർത്ത എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ ഈ പകൽ ദൂതേറ്റെടുത്തിട്ട് പറ, ഞാനൊരു സാക്ഷ്യമായി മാറും. എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. തീക്കകത്ത് എന്റെ ദൈവം ഇറങ്ങിയത് അവരെ പുറത്തു കൊണ്ടുവരാനാ. ദൈവം ഇറങ്ങിയിട്ടുണ്ടോ, നീ പുറത്ത് വന്നിരിക്കും. നീ പുറത്ത് വന്നിരിക്കും. ഒറ്റ പദവും കൂടെ അവിടെ നിന്ന് പറയട്ടെ. വചനം പറയുന്നു, അവരുടെ തലയിലെ ഒരു രോമം പോലും, തലയിലെ മുടി പോലും തീ
ദഹിപ്പിച്ചില്ല. അതുമല്ല എന്നെ ചിന്തിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പദം പറയുന്നുണ്ട്, തീയുടെ മണം പോലും. ഹലോ, തീ അവരെ ദഹിപ്പിച്ചില്ലെന്നല്ല, ഒന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ശരീരം ഒന്ന് പൊള്ളി പോലും, ഹലോ, ഒന്ന് മുറിപ്പെടുത്തുക പോലും ചെയ്തില്ലെന്നല്ല. വചനം പറയുന്നു തീയുടെ മണം പോലും. ഹലോ, അമ്മ തീ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പോയാൽ മതി. ഹലോ, ഇന്നെല്ലാം ഇലക്ട്രിക് സ്റ്റൗ ഒക്കെയാ. പക്ഷെ പഴയ കാലത്ത് വിറക് വെച്ച് കത്തിക്കുന്ന വീട്ടിനകത്ത് നന്നായിട്ടൊരു പച്ചവെള്ളം തിളപ്പിക്കാനൊന്ന് വച്ചാൽ മതി, നല്ല മണമാണ്. ഹലോ, കുടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിൻ്റെ തീയുടെ മണം മൊത്തം അതിൽ കവറിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുന്നു, കുഞ്ഞേ, അവർ തീക്കകത്താണ് നടന്നതെങ്കിലും പക്ഷെ തീയുടെ ബലത്തിന് അവരിൽ വ്യാപരിച്ച ദൈവശക്തിക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ല. അർത്ഥം, അവരിൽ വ്യാപരിച്ച ദൈവശക്തി തീയുടെ ബലത്തെ കെടുത്തുന്നതായിരുന്നു. ശത്രുവായവൾ നിന്നെ തീക്കകത്ത് തള്ളാൻ പദ്ധതിയിട്ടാലും നെബൂഖദ്നേസറും കൽദേരും കൂടെ നിനക്കെതിരെ ഇട്ട പദ്ധതി വലുതാണെങ്കിലും നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി, നിന്റെ കൂടെയുള്ള ദൈവശക്തി, അവരിൽ വ്യാപരിക്കുന്ന ശക്തിയെ ചലിക്കാൻ കഴിയാതെ വണ്ണം ബന്ധിച്ചു നിർത്താൻ കഴിയുന്നതാണെന്ന് പറഞ്ഞാൽ തീയുടെ ബലത്തെ കെടുത്തി. പ്രിയരെ, വചനം പറയുന്നു തീയുടെ ഒരു മണം പോലും അവിടെ ശരീരത്തിനകത്തില്ലായിരുന്നു. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്റെ തകർച്ച കാണാൻ വേണ്ടി, നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരുന്നവർ മെനക്കെതിരെ ഇട്ട പദ്ധതികൾക്കകത്ത് നീ വീഴേണ്ടി വന്നാലും അവിടെ ദൈവം ഇറങ്ങുക മാത്രമല്ല, ആ പദ്ധതിയിൽ നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുമ്പോൾ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തകർച്ച സംഭവിച്ചു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ ജയാളിയെ പോലെ എൻ്റെ ദൈവം നിന്നെ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, തീയുടെ ബലത്തെ കെടുത്തി അവരെ തീക്ക് കത്തുന്നു ദൈവം പുറത്തു കൊണ്ടുവന്നു. ഒന്നാമത് പുറത്തു കൊണ്ടുവന്നത് തീക്കകത്തുനിന്നാണ്. അടുത്ത് വചനം പറയുന്നൊരു പദമുണ്ട്, ഒറ്റ വാക്കി പറഞ്ഞു പോകാം, എൻ്റെ മുമ്പിൽ സമയമില്ല, നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക. അടുത്ത് വചനം പറയുന്നു, യോസേപ്പിന്റെ സഹോദരന്മാർ യോസേപ്പിനെ തള്ളിയിട്ടത് പൊട്ടക്കിണറിൽ തള്ളിയിട്ടു. വചനം പറയുന്നു, സഹോദരന്മാർ അവനെ പൊട്ടക്കിണറിനകത്ത് തള്ളിയിട്ടപ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, അവനെ ദൈവം പൊട്ടക്കിണറിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. പ്രിയരേ, ലോകം നമുക്ക് സമ്മാനിക്കുന്നത് ഇംഗ്ലീഷിൽ പറയുന്നത് പിറ്റ്സ് എന്നാണ്. പൊട്ടക്കിണറുകളാണ്, പൊട്ടക്കുഴികളാണ് നമുക്ക് ലോകം സമ്പാദിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊന്നും ആയിരിക്കില്ല പലരുടെയും മനസ്സ്. നമ്മെ നോക്കി ചിരിക്കും, മാറി നിന്ന് നമ്മുടെ കുറ്റം പറയും, നമ്മെ നോക്കി സന്തോഷത്തോടെ ചിരിക്കും, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കും. എൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ പോക്കറ്റിലുള്ള പണവും കൂടെ അവരുടെ കയ്യിൽ കിട്ടാനുള്ള പഠിച്ച പണി 18 അവർ നോക്കും. പക്ഷേ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് അവർ നമ്മുടെ അനുഗ്രഹമൊന്നും ആയിരിക്കത്തില്ല, നമ്മുടെ വളർച്ചയൊന്നും ആയിരിക്കത്തില്ല. അവരുടെ ലക്ഷ്യവും അവരുടെ പ്രയോറിറ്റിയും അവരുടെ ലക്ഷ്യം നമ്മുടെ വളർച്ചയല്ല. ഇന്ന് പകൽക്കാലം ഞാനിങ്ങനെ പറയാ, മിന്നുന്നതൊന്നും പൊന്നല്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ മറ്റൊരു ചർച്ചിലകത്ത് ഞാൻ ഇന്ന് പകലത്തെ ആ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ വ്യക്തി പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വ്യക്തി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവദാസനെ, ഞാൻ സൗദിയിൽ ജോലിയിലായിരിക്കുന്ന സമയത്ത്, ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ഒരു മാനേജറുണ്ട്, മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ സഹോദരിക്ക്
ക്യാൻസറാണ്. എൻ്റെ സഹോദരിക്ക് ക്യാൻസറാണ്. ഇതുവരെ കാണാത്ത കണ്ണുനീരാ മനുഷ്യൻ്റെ മുഖത്തുനിന്ന് വന്നു. ആമേ, ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കിപ്പോകാനും പറ്റില്ല. കാരണം അത് മലയാളി അല്ല, അത് ഇന്ത്യക്കാരൻ അല്ല, ഒരു മൗറീഷ്യനാണ്. തൻ്റെ ബോസ്, ആ ഒരു മാനേജർ മൗറീഷ്യക്കാരനായ വ്യക്തി തൻ്റെ അടുക്കൽ വന്ന് സഹോദരിക്ക് ക്യാൻസറാണ്, ഓപ്പറേഷൻ നാളത്തെ പകൽക്കാലം ചെയ്തില്ലെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയം അങ്ങ് അലിഞ്ഞുപോയി. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ കയ്യിൽ പൈസയില്ല, മറ്റ് അമ്മയുടെ അടുത്ത് വരുന്നത് സഭക്കാരുടെ അവിടെ പോകുന്ന കൂട്ടായ്മയിലുള്ള എല്ലാവരെയും കൂടെ ചേർന്ന് ഒരു 4.5 ലക്ഷം രൂപ വാങ്ങിച്ച് 4.5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തിട്ട് 4 വർഷം കഴിഞ്ഞു. ഇന്നും ആ വ്യക്തിയുടെ ഒരു പൊടി പോലും, ആമേൻ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനുഷ്യൻ നിന്റെ കയ്യിലുള്ളത് നേടിയിട്ട് നിന്നെ കബളിപ്പിച്ച് നിന്നെ പറ്റിച്ച് പലതും നേടാൻ ശ്രമിക്കുമ്പോൾ, ഇവിടെ യോസേഫിന് സമ്മാനിച്ചത് പ്രിയരെ, സ്വന്തം സഹോദരങ്ങൾ സമ്മാനിച്ചത് പൊട്ടക്കിണറാണ്. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, പാസ്റ്ററേ, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന കുടുംബം എനിക്കെതിരെ നിൽക്കുമെന്ന്, എൻ്റെ സഭയ്ക്കെതിരെ ഇന്ന വ്യക്തികൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന്. പ്രിയരെ, എത്രയോ രാത്രികൾ പ്രാർത്ഥിച്ച വ്യക്തികൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. എത്രയോ ഉപവസിച്ച് വിടുവിച്ചെടുത്ത പല കുടുംബങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഞങ്ങൾക്കൊരു ഉറപ്പെന്നും അറിയാമോ? ഞങ്ങളെ വിളിച്ചത് മനുഷ്യനല്ല, ഞങ്ങളെ വിളിച്ചത് ദൈവമാണ്. അനുഭവത്തെന്ന് പറയാ, ലോകത്തിന്റെ മനുഷ്യർ നമുക്ക് സമ്മാനിക്കുന്നത് പൊട്ടക്കിണറുകളായിരിക്കും, നമ്മ എങ്ങനെയൊന്ന് തീർത്ത് കളയാനായിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ കൈമാറാ, ദൈവം നിന്റെ കൂടെയുണ്ടോ? സഹോദരന്മാർ നിനക്കെതിരെ ഇട്ട പൊട്ടക്കിണറിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. സഹോദരന്മാർ എന്തിനാ യോസേഫിന് പൊട്ടക്കിണറിട്ടത്? ഒറ്റ ലക്ഷ്യം, അവനിൽ വാഗ്ദത്തം വെളിപ്പെടരുത്. എമ്പുരാനെതിരെ ശത്രു പദ്ധതി ഒരുക്കുന്നത് നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടരുത്, ദൈവിക വാഗ്ദത്തത്തിൽ നീ നിൽക്കരുത്, നിന്റെ സഭ വളരരുത്, നിന്റെ തലമുറയ്ക്ക് ഭാവി ഉണ്ടാകരുത്. ഒറ്റ ലക്ഷ്യം നിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. നിന്റെ ദർശനമാണ്. നീ അനുഗ്രഹിക്കപ്പെടുന്നത്, അവരുടെ മുൻപിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പാടില്ല. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യൻ നിനക്ക് പൊട്ടക്കിണർ ഒരുക്കുമ്പോൾ എൻ്റെ ദൈവം നിനക്ക് രാജ്യങ്ങളെ ഒരുക്കും. മനുഷ്യൻ നിനക്ക് പൊട്ടക്കിണർ ഒരുക്കുമ്പോ, സഹോദരങ്ങൾ നിനക്ക് പൊട്ടക്കിണർ ഒരുക്കുമ്പോ, എന്റെ ദൈവം രാജ്യങ്ങളെ അളന്നിടും കേട്ടോ. എന്റെ ദൈവം പട്ടണങ്ങളെ അളന്നിടും. എന്റെ ദൈവം ലോക രാജ്യങ്ങളെ, എന്റെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ മാന്യതയ്ക്ക് വേണ്ടി, നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ഇന്ന് പകൽ ആത്മാവ് ആ വചനത്തിൽ നിന്ന് ദൂത് കൈമാറുക. നീ ഇന്ന് പകൽ പൊട്ടക്കിണറിലായിരിക്കുക, നീ ഒറ്റപ്പെട്ടായിരിക്കുക. പക്ഷേ കുഞ്ഞേ, മറുഭാഗത്തിന്റെ ദൈവം മിസ്രയീമിലൊരു സിംഹാസനം ഒരുക്കുന്നുണ്ട്. മിസ്രയീമിലൊരു രാജസിംഹാസനം നിനക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ചില പൊട്ടക്കിണറുകൾ നിന്റെ സാക്ഷ്യത്തിന്റെ വഴികളായി മാറ്റും. ചില പൊട്ടക്കിണറുകൾ എൻ്റെ ദൈവം നിന്നെ ഒരുക്കുന്ന വഴികളാക്കി മാറ്റും. ഇന്ന് പകൽ ആരോടൊക്കെ ദൈവം ഇടപെടുക,
നാം 4 ചുവരുള്ള മുറിക്കകത്ത് ഒറ്റയ്ക്ക് ഏകാന്തതയ്ക്കകത്ത് അയ്യോ ദൈവമേ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എന്റെ ഭാവി ഇങ്ങനെയായി പോയല്ലോ, എന്റെ മാളകൾ ഇങ്ങനെയായി പോയല്ലോ എന്ന് കരുതി ജീവിതത്തിൽ ഇന്ന് വരെയും വെളിപ്പെടാത്ത പ്രതിസന്ധികളെ മറച്ചു വെച്ച് ഇരുന്ന് വിലപിക്കുന്ന ആരോടൊക്കെ ദൈവം പറയുന്നു, കുഞ്ഞേ, സഹോദരങ്ങൾ എനക്ക് പൊട്ടക്കിണർ സമ്മാനിച്ചാല് എനക്ക് വേണ്ടി എന്റെ ദൈവം രാജ്യങ്ങൾക്കപ്പുറം ചിലവ് ഒരുക്കുന്നുണ്ട്. രാജകീയമായ ചിലവ്. പ്രിയരെ, വിശ്വസിക്ക സഹോദരങ്ങൾ നൽകിയ പൊട്ടക്കിണർ യോസേഫിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വഴിത്തിരിവായിരുന്നു. ഇറ്റ്സ് എ ടേണിംഗ് പോയിന്റ്. ഇന്ന് പകൽക്കാലം ചില പൊട്ടക്കിണറുകളെ എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള ടേണിംഗ് പോയിന്റുകളാക്കി മാറ്റും. നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാനുള്ള ടേണിംഗ് പോയിന്റുകളാക്കി മാറ്റും. ആർക്കുമില്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടോ? ആർക്കുമില്ലാത്ത ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? ആർക്കുമില്ലാത്ത നിന്ന നീ അനുഭവിക്കുന്നുണ്ടോ? ആരുടെ ജീവിതത്തിനകത്തില്ലാത്ത വേദന നീ അനുഭവിക്കുന്നുണ്ടോ? ചങ്ക് ആമയി തകർന്നു പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്നുണ്ടോ? ഈ പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. അതെല്ലാം നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ശെഖേമിലെ പൊട്ടക്കിണറിനകത്ത് ഒതുങ്ങേണ്ടതല്ല കുഞ്ഞ്. ദൈവം നിനക്ക് തന്ന ദർശന ശെഖേമിലെ പൊട്ടക്കിണർ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ടേണിംഗ് പോയിന്റ് ആണ്. അതിലേക്ക് നീ നിന്നെ കൊണ്ടുപോയി നിന്നെ മിഥ്യാനിയരുടെ കയ്യിൽ കൊടുത്ത് മിഥ്യാനിയരുടെ കയ്യിൽ നിന്ന് ആ ജനം പറയുന്നു, ദൈവം നിന്നെ മിസ്രൈമിലേക്ക് കൊണ്ടുപോക. എന്റെ ദൈവമിട്ട റൂട്ട് മാപ്പ് ആണെങ്കിൽ ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാ. ചില പൊട്ടക്കിണറുകൾ എന്റെ ദൈവം നിനക്ക് സമ്മാനിച്ചത് അർഗമയില്ലാത്ത രാജ്യത്തിൽ വിലക്കാല് പതിപ്പിക്കുക. വിലക്കാല് ഞാനിങ്ങനെ പറയാം, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ, ഹലോ, യോസേഫ് പ്രതീക്ഷിച്ചു. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചു പോകുമ്പോൾ ദൂരത്ത് നിന്ന് കാണുന്നത് ചേട്ടന്മാരോടി വന്ന് ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നന്മകൾ കൊടുത്ത് അപ്പൻ്റെ അടുക്കൽ അമ്മ പറഞ്ഞു വിടുമെന്ന്. പക്ഷെ നടന്നത് നേരെ ഓപ്പോസിറ്റാ. കുഞ്ഞെ, നീ വിചാരിച്ചത്, നിന്റെ കണക്ക് കൂട്ടലുകൾ, നിന്റെ ചിന്തകൾ, നീ പണം സ്പെൻഡ് ചെയ്തത്, നീ ടൈം സ്പെൻഡ് ചെയ്തത്, നീ എടുത്തു വച്ച സ്റ്റെപ്പുകൾ എല്ലാം ഇന്ന് പകൽ നോക്കുമ്പോൾ എല്ലാം നേരെ വിപരീതമാണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാ. നീ ആഗ്രഹിച്ചതൊന്നുമല്ല നിന്റെ ജീവിതത്തിനകത്ത് നടക്കുന്നതെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ പറയാ, ദൈവം നിനക്ക് വേണ്ടി മറ്റെന്തോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. എന്റെ ദൈവം നീ കാണാത്ത മണ്ഡലത്തിൽ എന്റെ ദൈവം നിനക്ക് വേണ്ടി ആമേ എന്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ പകലൊരു ദൂത് ഞാൻ കൈമാറാ. നീ കാണുന്നില്ലേലോ, എന്റെ ദൈവത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താ, നിർത്തേണ്ടടുത്ത് നിർത്താ. എന്റെ ദൈവത്തിന് ഈ പകൽ കഴിയുമമ്മ. അതുകൊണ്ട് ഞാൻ പറയാം, എന്റെ ദൈവത്തിന് പൊട്ടക്കിണറിനകത്തുനിന്നും പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഇന്നത്തെ വേദനയുടെ പൊട്ടക്കിണറിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. സഹോദരന്മാരിട്ട പൊട്ടക്കിണറിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. നീ സ്നേഹിച്ചവർ നിന്നെ തള്ളിയിട്ട പൊട്ടക്കിണറിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയും. പ്രിയരെ, നമ്മൾ സ്നേഹിക്കുന്നവനാണ് കൂടുതൽ നമ്മെ പൊട്ടക്കിണറിനകത്തിടുന്നത്.
നമ്മൾ സ്വപ്നം കാണാത്ത വ്യക്തികളാണ് നമ്മെ പൊട്ടക്കിണറിനകത്തിടുന്നത്. ഈ പകൽ ഒരു ഉറപ്പ് ഞാൻ പറയാ, അതെല്ലാം ദൈവത്തിന്റെ ടേണിംഗ് പോയിന്റുകളാണ്. ദൈവം നിന്നെ വഴിതിരിക്കുകയാണ്. എവിടേക്ക്? ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ പറയാ, ചില പൊട്ടക്കിണറുകൾ ദൈവത്തിന്റെ പ്രിപ്പറേഷനുകളാണ്. അമ്മേ, ഒന്ന് നീ എവിടെ നിന്ന് പുറത്തു വരും? നീ തീയിൽ നിന്ന് പുറത്തു വരും. രണ്ട്, നീ എവിടെ നിന്ന് പുറത്തു വരും? സഹോദരങ്ങളിട്ട പൊട്ടക്കിണറിൽ നിന്ന് പുറത്തു വരും. മൂന്ന്, ഒറ്റവാക്കി പറയാം, ഈ ദൂത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. വചനം പറയുന്നു, വചനം പറയുന്നു, യേശു ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ എത്തി. യേശു കണ്ണുനീർ വാർത്തു. മറിയയും മാർത്തയ മാവിട്ട് നിലവിളിക്കുക, മാറത്തടിച്ച് നിലവിളിക്കുക. നാദാ സമയം കഴിഞ്ഞു, നാദാ സമയം കഴിഞ്ഞു. ആരൊക്കെ ഏതൊക്കെ വ്യക്തികൾ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോഴും പറയുന്നുണ്ട്, കർത്താവേ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളിലിരുന്ന് സന്ദേശം കേൾക്കുമ്പോൾ പറയുന്നു, ദൈവദാസനെ എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ ചിന്തിച്ച നാളുകൾ കഴിഞ്ഞു, ഞാൻ വളരുമെന്ന് നനച്ച രാത്രികൾ കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് പകൽ നിനക്ക് സമയം കഴിഞ്ഞാൽ, മാർത്തയെ മറിയെ ദൈവമേ നിനക്ക് സമയം കഴിഞ്ഞാൽ, നിന്റെ സഹോദരൻ ഇന്ന് കല്ലറയ്ക്കകത്താണേൽ, നിന്റെ വിഷയം മരണപ്പെട്ടു എന്നാണെങ്കിൽ അർത്ഥം, നിന്റെ വിഷയം ചലിക്കുമില്ലെങ്കിൽ, നിർജീവാവസ്ഥയിലാണെങ്കിൽ, കല്ലറയ്ക്കകത്താണെങ്കിൽ, കല്ലറയ്ക്കകത്ത് മാത്രമല്ല മരിച്ചു 4 നാളായി നാറ്റം വച്ചതാണെങ്കിൽ, ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാ, കല്ലറയുടെ മുൻപിൽ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ടെങ്കിൽ, എത്ര വലിയ മാറ്റം പിടിച്ച വിഷയമാണേല്, മരണം വിതച്ച വിഷയമാണേല്, ജീവനോട് ഈ പകൽ പുറത്തു കൊണ്ടുവരോ. എൻ്റെ ദൈവത്തിന് കഴിയ ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് ആരാധന. Rabala hadaga thara 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 Shagabala gadaga barada thara ആരാ പറഞ്ഞ നിന്റെ വിഷയം തീർന്നു പോയെന്ന്? ആരാ പറഞ്ഞു നിന്റെ ഭാവി അവസാനിച്ചെന്ന്? ആരാ പറഞ്ഞു നിന്റെ ശുശ്രൂഷ തീർന്നെന്ന്? ആരൊക്കെ ഈ നിമിഷം പറയുന്നുണ്ട്, പാസ്റ്റർ ആ വിഷയത്തിന് ഇനിയൊരു മറുപടിയില്ല, അത് മരിച്ചു പാസ്റ്റേ, 4 നാളായി അത് നാറ്റം വച്ചു. ഇന്ന് പകൽ നാറ്റം വച്ച വല്ല കുഞ്ഞ വിഷയോ, 4 നാളായ വല്ല വിഷയോ നിന്റെ കല്ലറയുടെ അടുക്കൽ ദൈവം വന്നിട്ടുണ്ടോ? ഇന്ന് പകൽ സബിംബാസ് വന്നിട്ടുണ്ടോ എന്നതല്ല വിഷയം, നീ ഇവിടെ വന്നിട്ടുണ്ടോ എന്നതല്ല വിഷയം. നിന്റെ വിഷയത്തിന്റെ മുൻപിൽ കർത്താവ് വന്നിട്ടുണ്ടോ? കർത്താവ് വന്നിട്ടുണ്ടോ? ഈ പകൽ കർത്താവ് വന്നെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക. ഉറപ്പില്ലാത്തവർ സ്തുതിക്കണ്ട. ഇന്ന് പകൽ നീ സ്തുതിച്ച, ഇന്ന് പകൽ എൻ്റെ ദൈവം വന്നിട്ടുണ്ടെങ്കിൽ, കല്ലറയ്ക്കകത്ത് 4 നാളായി മാറ്റം വെച്ച ലാസർ ജീവനോടെ പുറത്തു വരുമെങ്കിൽ, ഈ പകൽക്കാലം ഫിലിപ്പിന്റെ ഉപജീവന മേഖലകൾ, ഫിലിപ്പിന്റെ തലമുറകൾ, ഫിലിപ്പിന്റെ കുടുംബജീവിതം വൈഡബാല അർത്ഥബാല വൈഡബാല ശാരധാര ധാര 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 ചാബാല വൈഡബാല റിവാല ചെറി കമാന ചാബാല ശാരധാര ധാര 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 അർഗമയില്ലാത്ത വിദ്യാഭ്യാസങ്ങൾ പുറത്തു വരാ. എന്നോട് ദൈവം പറയുന്നു, തകർന്നുപോയ ഭാവികൾ പുറത്തു വരും, തകർന്നുപോയ ഉപജീവന മേഖലകൾ പുറത്തു വരും. ആത്മാവ് ദൈവാത്മാവ് വ്യക്തമായി എന്നെ കാണിക്കുന്നു. 4 നാളായതോ വിഷയമല്ല, അവൻ മരിച്ചോ വിഷയമല്ല, നാറ്റം വച്ചോ വിഷയമല്ല. കർത്താവ് വന്നിട്ടുണ്ടോ? കർത്താവ് വന്നിട്ടുണ്ടോ? കർത്താവ് വന്നിട്ടുണ്ടോ? അത് ഇന്ന് പകൽ പുറത്തു വരും. കർത്താവ് വന്നിട്ടുണ്ടോ? പുറത്തു വരും. കർത്താവ് വന്നിട്ടുണ്ടോ? ജീവനോടെ ചില വാഗ്ദത്തങ്ങളെ പിടിച്ച് ഇന്ന് പകൽ ഇതിനകത്തുനിന്ന് വീട്ടിലേക്ക് പോകാവൂ. ചില വാഗ്ദത്തങ്ങളെ ശക്തിയോടെ പിടിച്ച് ഈ പകൽ പുറത്തു പോകാവൂ.
രാജ്യങ്ങളെ തൊടുന്നുണ്ട് കേട്ടോ, രാജ്യങ്ങളെ തൊടുന്നുണ്ട്, പട്ടണങ്ങളെ തൊടുന്നുണ്ട്, പട്ടണങ്ങളെ തൊടുന്നുണ്ട്. മക്കളെ, നിന്റെ തലമുറകളെ ദൈവം തൊടുകയാ. ഓ റിബാലകടക കൊച്ചുമക്കളെ, ഇന്ന് പകൽ ദൈവാത്മാവ് വ്യക്തമാ നിന്റെ ഭാവിയെ തൊടുകയാ. എന്റെ ദൈവം നിന്റെ ഭാവിയെ തിരിക്കുക, നിന്റെ ശുശ്രൂഷയെ തിരിക്കുക. മാർത്തേ മറിയം, ഈ കരയുന്ന മുമ്പ് വമ്മവേശുവല്ലേ, വമ്മവേശുവല്ലേ, നിന്റെ ലാമേ സഹോദരൻ ലാസർ മരിച്ചു സത്യമോ, മാറ്റം വെച്ചു സത്യമോ, പക്ഷേ അവരെ പുറത്തെടുക്കോ. ആത്മാവിൽ ഞാൻ പറയാ, ഒരു വൈദ്യശാസ്ത്രത്തിനും ഉലകത്തിലൊരു വ്യക്തിക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ചില അത്ഭുതങ്ങൾ, പ്രവർത്തിക്കാൻ കഴിയാത്ത ചില വിടുതലുകൾ, ഉലകത്തിലാർക്കും ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ദൈവം ഈ നിമിഷം നിനക്ക് വേണ്ടി ചെയ്ത് എൻ്റെ ദൈവം പുറത്തിറക്കുക. നിന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ചെയ്ത് പുറത്തെടുക്കുക. നിന്റെ തലമുറയെ എൻ്റെ ദൈവം പുറത്തെടുക്കുക. നിന്റെ കഴിവല്ല കുഞ്ഞേ, നിന്റെ മിടുക്കല്ല, നിന്റെ നിലവിളിയുടെ ശബ്ദം ഉയർന്നത് കൊണ്ടല്ല. ഓ രാമനാഥ രഘമനാഥേ, നിന്റെ അടുക്കൽ എൻ്റെ ദൈവം വന്നതുകൊണ്ടാ. ഓ ഒത്തിരി വാതിലുകൾ മുട്ടിയില്ലേ, ഒത്തിരി പേപ്പർ വർക്കുകൾ ചെയ്തില്ലേ, ഒത്തിരി ക്യാഷുകൾ സ്പെൻഡ് ചെയ്തില്ലേ, എന്നിട്ടും ഒന്നും ചലിച്ചില്ലല്ലോ. ഈ പക ദൈവം വന്നാൽ, ദൈവം വന്ന, ദൈവം വന്ന ഇന്ന് പകൽക്കാലം ചലിക്കാത്ത ചിലത് ചലിക്കുക. ഓ കൊട്ടിഘോഷിച്ച് വിവാഹം നടത്തിയില്ലേ, ആഡംബരത്തിൽ പലതും ചെയ്തില്ലേ, എന്നിട്ടും ജീവിത പരാജയമല്ലേ, എന്നിട്ടും ആരുടെയൊക്കെ കുടുംബ ജീവിതം തകർന്നു പോയില്ലേ. ഈ പകൽ ആത്മാവ് പറയുക, ദൈവം അമ്മ നീ പുറത്തു വരും. എന്നോട് ദൈവാത്മാവ് കൃത്യമായി പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി രാജ്യങ്ങൾ എൻ്റെ ദൈവം ഓപ്പൺ ചെയ്യുക. ചില ഭാവിക്ക് വേണ്ടിയുള്ള വാതിലുകളെ ദൈവം തുറക്കുക. ചിലതിന് ആർക്കഥയില്ലാത്ത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കുക. ആരാ പറഞ്ഞ നിന്റെ വിദ്യാഭ്യാസം തീർന്നെന്ന്? ആരാ പറഞ്ഞ നിന്റെ വിദ്യാഭ്യാസം തീർന്നെന്ന്? ആരാ പറഞ്ഞ നിന്റെ ഭാവി തീർന്നെന്ന്? ആരാ പറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ഇനി അമ്മൻ അങ്ങനെ ഒരു സീസൺ ഇല്ലെന്ന്? എൻ്റെ ദൈവം പറയുക കുഞ്ഞെ, എൻ്റെ ദൈവം പറയുക തീർന്നിട്ടില്ല കുഞ്ഞെ, ഞാൻ ചിലത് ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ചിലത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ കാണാത്ത ചിലത് ഞാൻ നിനക്ക് വേണ്ടി ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആരാ പറഞ്ഞേ? ഏതു ശത്രുവായവളാ നിന്നെ നോക്കി ചിരിക്കാനിരുന്നത്, നിന്റെ കുടുംബത്തെ നോക്കി ചിരിക്കാനിരുന്നത്? അവർ കാണുക എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന, നിന്റെ സഭയെ പുറത്തു കൊണ്ടുവരുന്ന. ഓ ആരാ പറഞ്ഞ നിന്റെ വീട്ട് അമ്മ നീ വീണത് കണ്ടാൻ ചിരിക്കാനിരുന്നവർ? ആരാ നിന്നോട് പറഞ്ഞേ നീ വീണു ഇനി എഴുന്നേക്കത്തില്ലെന്ന്? ആരാ പറഞ്ഞ നീ ഇരുട്ടത്താണ് നിനക്കിനി വെളിച്ചമില്ലെന്ന്? ആരാ പറഞ്ഞ നീ അകത്ത നീ ഇനി പുറത്തു വരത്തില്ലെന്ന്? ആരാ നിന്നെ നോക്കി ചിരിക്കാനിരുന്നത്?
നിന്നെ നോക്കി അപമാനിക്കാനിരുന്നത്, ഈ പകൽ എൻ്റെ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങാടാ, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങാ, ഞാൻ നിന്റെ അടുക്കൽ ഇറങ്ങി വരാ, ഞാൻ വമ്മി പുറത്തു വരും, ഞാൻ വമ്മി പുറത്തു വരും. ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോവേ, ഞാൻ തീക്കകത്തിറങ്ങി വമ്മ, തീയുടെ ഒരു മണം പോലും നിന്നെ തൊടാതെ ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. യോസേഫേ, പട്ടക്കുഴിക്കകത്ത് ഞാൻ ഇറങ്ങിയോ, ഞാൻ നിന്നെ അവിടെ രാജസിംഹാസനം. ആരാ പറഞ്ഞ മാർസേ, ആരാ പറഞ്ഞ മറിയേ, നിന്റെ സഹോദരൻ മരിച്ചായിരിക്കുക, 4 നാളായിരിക്കാം നാറ്റം വച്ചിരിക്കാം, പക്ഷെ ഞാൻ കല്ലറയുടെ അടുക്കൽ വന്നാൽ, ഞാൻ കല്ലറയുടെ അടുക്കൽ വന്നാൽ ആത്മാവിലൊരു ദൂത് ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യോഹന്നാനേ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാനാണ് ഒരുവനെ സൃഷ്ടിച്ചതെങ്കിൽ, ഒരുവന് ജീവൻ കൊടുത്തത് ഞാനാണെങ്കിൽ, അവനെന്നും മരിക്കണമെന്ന് ഞാൻ ചിന്തിക്കും, എന്നും മരിക്കണമെന്ന് എനിക്കറിയാം. ഇന്ന് പകൽക്കാലം മരണത്തിന് അവനെ പിടിച്ചാലും, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുള്ളവൻ കല്ലറയുടെ മുൻപിൽ വന്നാൽ മരണത്തിന് വഴിമാറിയേ പറ്റൂ. ഈ പകൽ എൻ്റെ ദൈവം നിന്റെ കൂടാരത്തിൽ ഇറങ്ങിയാൽ മരണത്തിന് വഴിമാറിയേ പറ്റൂ. എൻ്റെ ദൈവം നിന്റെ മിനിസ്ട്രിക്കകത്തിറങ്ങിയാൽ ശത്രുവിന് വഴിമാറിയേ പറ്റൂ. എൻ്റെ ദൈവം നിന്റെ ഭാവിക്ക് അകത്തിറങ്ങിയാൽ ശത്രുവിന് വഴിമാറിയേ പറ്റൂ. എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിനകത്തിറങ്ങിയ നീ പുറത്തു വന്നിരിക്കും, നീ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. മിക പറഞ്ഞതുപോലെ ഒന്ന് പറയാമോ? എവിടെ നിന്നൊക്കെ പുറത്തു വരും? തീയിൽ നിന്ന് പുറത്തു വരും. 2 അവിടെ നിന്ന് പുറത്തു വരും, പൊട്ടക്കുഴിക്കകത്തുനിന്ന് പുറത്തു വരും. 3 അവിടെ നിന്ന് പുറത്തു വരും, കല്ലറയിൽ നിന്ന് പുറത്തു വരും. ശാവാരാധരകൽക്കവ മിക 7:8 പറയുന്നു, എൻ്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി നീ സന്തോഷിക്കരുത്. അത് നോക്കിയൊന്ന് വായിച്ചോ. വീണെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ദൈവം വെളിച്ചമാണെങ്കിൽ ഞാൻ വീണാലും എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. ഞാൻ ഇരുട്ടത്തിരുന്നാലും എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ലോകത്തിന് ഞാൻ ഒരത്ഭുതമായിരിക്കും, ലോകത്തിന് ഞാൻ ഒരത്ഭുതമായിരിക്കും, ലോകത്തിന് ഞാൻ ഒരാശ്ചര്യ വിഷയമായിരിക്കും, ലോകത്തിന് ഞാൻ ഒരു അതിശയമായിരിക്കും, ലോകത്തിന് ഞാനൊരു ആമേൻ എന്തു പറയാ, ദൈവത്തെ ഉയർത്തുന്നൊരു സാക്ഷ്യമായിരിക്കും. ഞാൻ ആത്മാവിൽ പറയാം, ലോകരാജ്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. അർഹതയില്ലാത്ത ഭാവികൾ നിങ്ങൾക്കുണ്ടാകും, അർഹതയില്ലാത്ത വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടാകും. പൊട്ടക്കുഴിക്കകത്തുനിന്ന് ദൈവം നിന്നെ ഉയർത്തി രാജസിംഹാസനത്തിലിരിക്കും. തീച്ചുളക്കകത്തുനിന്ന് നിന്നെ ഉയർത്തി ഗ്രഹവിചാരകത്വത്തിനകത്തിരുത്തും. ഇന്ന് പകൽക്കാല വചനം പറയുന്നു, ലാസറേ, കല്ലറയ്ക്കകത്തുനിന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്ന് ഞാൻ നിന്നെ പന്തിയിലിരുത്തും, ഞാൻ നിന്നെ പന്തിയിലിരുത്തും. ആര് നിന്റെ വീഴ്ച കണ്ട് സന്തോഷിക്കാൻ കൊതിച്ചോ അവർ കാണെ ഞാൻ നിനക്കൊരു മേശയൊരുക്കും, അവർ കാണെ ഞാൻ നിനക്കൊരു മേശയൊരുക്കും. നിമ്മ പ്രസംഗിക്കേണ്ടയാ, ഒറ്റ വാക്ക് പറഞ്ഞ് ആരോടൊന്നറിയില്ല, ദൈവാത്മാവ് തൂതു തരുന്നത് കൊണ്ട് പറയാ. സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ സ്വീകരിച്ചോ. പൊട്ടക്കിണറിലിട്ട വ്യക്തികൾ തന്നെ നിന്നെ തേടി വരും, നിന്നെ തേടി വരും. എൻ്റെ ദൈവം പൊട്ടക്കിണർന്ന് പുറത്തു കൊണ്ടുവരുമ്പോ ദൈവം നിന്നെ മാനിച്ചുയർത്തുമ്പോ നിന്റെ പണ്ണകശാലകൾ, നിന്റെ സ്റ്റോർ ഹൗസുകൾ അളക്കാൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നിറയ്ക്കുമ്പോ, നിന്റെ ദൈവം നിറയ്ക്കുമ്പോ വചനം പറയുന്നു, പൊട്ടക്കിണറിലിട്ടവ കാലിച്ചാക്കുമായി വരും. വല്ലതും പിടികിട്ടിയോ? വല്ലതും പിടികിട്ടിയോ? നിന്റെ പണ്ണകശാലകൾ ദൈവം നിറയ്ക്കും. വചനം പറയുന്നു, യോസേഫിന്റെ പണ്ണകശാലകളെ ദൈവം
ആമ ധാന്യം കൊണ്ട് നിറച്ചു. യോസേഫും അവന്റെ കൂടെയുള്ളവരും ആ ധാന്യത്തെ അളക്കാൻ തുടങ്ങിയിട്ട് അളക്കാൻ കഴിയാതെ വണ്ണം അത്രമാത്രം ധാന്യമുള്ളത് കൊണ്ട് അളവ് നിർത്തിവെച്ചു. ഹലോ, എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്ന അളക്കാൻ കഴിയാത്ത രീതിയിൽ മാനിക്കുമ്പോൾ, അളവില്ലാതെ മാനിക്കുമ്പോൾ, നിന്നെ പൊട്ടക്കിണറിലിട്ടവർ കാലിച്ചാക്കുമായി നിന്റെ അടുക്കൽ വരും. ഓ, ആരോടൊന്നറിയില്ല, വിശ്വസിക്കുക. കാലിച്ചാക്കുമായി നിന്റെ അടുക്കൽ വരും. നിന്റെ കാലിച്ചാക്കുമായി നിന്റെ അടുക്കൽ വരും. വചനം പറയുന്നു, യോസേഫ് മന്ത്രി കസേരയിരിക്കുക, സഹോദരന്മാർക്ക് വേണ്ടി കസേരകൾ എണ്ണത്തിനൊത്തവണ്ണം അടുക്കിയിടുക. ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിന്നെ മാനിക്കും. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. പലരും അതിശയിക്കും. സന്തോഷിക്കാനല്ല ഇരുന്നേ, പക്ഷെ പലരും അതിശയിക്കും. അവർ സന്തോഷിക്കില്ല, നീ സന്തോഷിക്കും. ദുഷ്ടൻ പല്ലുകടി ചുരുങ്ങിപ്പോകും. ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും. ശത്രുവായവളെ, ഞാൻ വീണാലും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഈ പകൽ എൻ്റെ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും. ഇതിലപ്പുറം ഒരു ദൂത് എനിക്ക് പറയാനില്ല. ഹൃദയം തുറന്നു പറയുക, തീയിൽ നിന്ന് ദൈവം പുറത്തെടുക്കും. തീയിൽ നിന്ന് ദൈവം പുറത്തെടുക്കും. പൊട്ടക്കിണറിൽ നിന്ന് ദൈവം നിന്നെ പുറത്തിറക്കും. എന്തിനേറെ, കല്ലറയ്ക്കകത്തും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. എല്ലാ കണ്ണും ദിവസം